ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. തെറ്റായ വഴികളിലാണ് നീ പോകുന്നത്, ഒരു റോങ് റൂട്ടിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ ഇന്ന് ആ വഴി ദൈവം അടച്ചിട്ട് പറയുക, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. എത്ര പേർ ദൈവത്തിന്റെ പരിശുദ്ധ പാദപീഠത്തിൽ താണിരിക്കും, കർത്താവേ ഞാൻ പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തരണം. മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങേ എനിക്ക് വഴി കാണിച്ചു തരണമേ, ഞാൻ പോകേണ്ട വഴി ഏതാന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. വഴി അടഞ്ഞവർ, വഴി ബ്ലോക്കായവർ, മുന്നോട്ട് പോകാൻ കഴിയാത്തവർ, സ്റ്റക്കായി നിൽക്കുന്നവർ, നാൽക്കവലയിൽ എത്തിയവർ, ഇനിയും എങ്ങോട്ട് പോകണമെന്ന് ചോദ്യവുമായിട്ട് നിൽക്കുന്നെങ്കിൽ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുകയാണ്. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരാൻ എന്റെ ദൈവം തയ്യാറാണ്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. തെറ്റായ വഴികളിലാണ് നീ പോകുന്നത്, ഒരു റോങ് റൂട്ടിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ ഇന്ന് ആ വഴി ദൈവം അടച്ചിട്ട് പറയുക, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. എത്ര പേർ ദൈവത്തിന്റെ പരിശുദ്ധ പാദപീഠത്തിൽ താണിരിക്കും, കർത്താവേ ഞാൻ പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തരണം. ഓരോരുത്തരും ജോലി ചെയ്യേണ്ട, ബിസിനസ് ചെയ്യേണ്ട, സുവിശേഷ വേല ചെയ്യേണ്ട വഴികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വഴികളിലൂടെ പോയാൽ മാത്രമേ ആ വ്യക്തിക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കർത്താവേ എനിക്ക് ഞാൻ പോകേണ്ട വഴി കാണിച്ചു തരണമേ. അവരോടൊക്കെ ദൈവം സംസാരിക്കുക. നീ പോകേണ്ട വഴി ഈ ദിവസങ്ങളിൽ നിനക്ക് ദൈവം കാണിച്ചു തരും. ഒരു സ്വപ്നത്തിൽ കാണിച്ചു തരും, പ്രാർത്ഥനയിൽ കാണിച്ചു തരും, വചനത്തിലൂടെ കാണിച്ചു തരും, ദൈവിക ശബ്ദത്തിലൂടെ കാണിച്ചു തരും. നിന്നെ എത്തിക്കാനടുത്ത് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുക. ഇപ്പോൾ നീ അനുഭവിക്കുന്നതല്ല നിന്റെ ഫ്യൂച്ചർ, നീ അനുഭവിക്കുന്നതല്ല നിന്റെ ഭാവി. ശ്രേഷ്ഠവും മാന്യവുമായ ഒരു ഭാവി നിനക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി വെച്ച അനുഗ്രഹത്തിലേക്ക് ചെന്നെത്തുവാൻ നാം എന്തു ചെയ്യണം? കർത്താവിന്റെ ശബ്ദം കേൾക്കണം, കർത്താവിന്റെ ആലോചന കേൾക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ എന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിലൂടെ എന്നെ കൊണ്ടുപോകണമേ. ഈ ദിവസങ്ങളിൽ ദൈവം ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നാൽക്കവലയിലെത്തി എങ്ങോട്ട് പോകണമെന്ന് ചോദ്യമായി നിൽക്കുന്ന ചിലരോട് ദൈവം ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം, ശ്രേഷ്ഠമായ വഴി, അത്ഭുതകരമായ വഴി. അവരെത്തേണ്ട സ്ഥലത്ത് എത്തുവാൻ ദൈവം അവരുടെ മേൽ ദൃഷ്ടി വെക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം വഴി കാണിച്ചു തരും. ആ വഴികളിലൂടെ നീ പോകും, നീ വിജയിക്കും. ഗോഡ് ബ്ലെസ് യു.